സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനല്ലടാ വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കാനായിട്ടാണ് കേട്ടോ. അപ്പൊ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്താണ് കാര്യം എന്നുള്ളത് അല്ലേ? അതെ, എന്താണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 ലെയർ സ്ട്രാറ്റജി, അതായത് 3 ലെയർ പ്രിപ്പറേഷൻ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുക, അതാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ നമ്മൾ എല്ലാവരുടെയും പ്രശ്നം എന്താണ്? നമ്മൾ എല്ലാവരും പരീക്ഷ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്ന് അല്ലെങ്കിൽ പരീക്ഷ പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന സമയം നമ്മൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും നമ്മൾ ആദ്യം പറയുന്നത് എന്താ? അടിപൊളിയായിട്ട് പഠിക്കണം, എന്താണ് വേറെ ഒരു ഡിസ്ട്രാക്ഷൻസും ഇല്ലാതെ പഠിക്കണം എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ഇതൊക്കെ നടപ്പാവുന്ന കാര്യമാണോ? അല്ല. പലപ്പോഴും നടപ്പാവുന്ന കാര്യമല്ല. ചിലപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, ചിലപ്പോൾ നമ്മൾ ഇപ്പം ജോലിക്ക് പോവാതിരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു രീതിയൊന്നും ആയിരിക്കത്തില്ല എല്ലാവരെയും സംബന്ധിച്ച് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് കുറച്ചുകൂടി ഫലപ്രദമാവുക ഈ വീഡിയോ. അതായത് ഒരു വർക്കിംഗ് ആസ്പിറന്റ് അല്ലെങ്കിൽ ഒരു വർക്കിംഗ് ആയിട്ടുള്ള എന്താണ് ഒരു പ്രൊഫഷണൽ എങ്ങനെ ഒരു PSC ആസ്പിറന്റ് ആയാൽ എങ്ങനെയാണ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുക? അത് ഈ 3 സ്ട്രാറ്റജിയിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ 3 ലെയർ ഓഫ് പ്രിപ്പറേഷനിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് പോവാം. അപ്പൊ നമ്മൾ ആദ്യം ഞാൻ ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ എന്താ ആദ്യം ചെയ്യാൻ പോകുന്ന പ്രശ്നം എന്നുള്ളത്, നിങ്ങൾ എന്താ ആദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്നുള്ളത് എന്നാ നോക്കിക്കോടാ. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന സമയത്ത് തന്നെ നമ്മൾ ആദ്യമേ ചെയ്യുന്ന എന്താണ്? പഠിക്കുക, അടുത്ത ടോപ്പിക്കിലേക്ക് പോവുക, പഠിച്ച സാധനം അങ്ങോട്ടേക്ക് മറന്നു പോവുക അല്ലെ? അല്ലെ? പഴയത് എന്ത് ചെയ്യുക? മറക്കുക. നമ്മൾ പഠിക്കും, എല്ലാം അപ്ഡേറ്റഡ് ആണ്, കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിക്കും, എന്നും പഠിക്കും, ഡെയിലി പഠിക്കും, എല്ലാ ദിവസവും പഠിക്കും. പക്ഷേ ഈ പഠിച്ച സാധനങ്ങളെ നമ്മൾ റിവൈസ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് അല്ലെ? അത് മിക്കവാറും ചെയ്യാറില്ല അല്ലെ? മിക്കവാറുള്ള ആൾക്കാർ ചെയ്യാറില്ല. വളരെ ഫ്യൂ ഓഫ് പേഴ്സൺ മാത്രം എന്താണ് ഫോളോ ചെയ്യുന്ന കാര്യമാണ് പഠിച്ച സാധനങ്ങളെ ഒന്നുകൂടി ഒന്ന് ഇരുത്തി അത് ഒന്ന് തറമാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ. ആക്ച്വലി ഒരു പഠനത്തിന്റെ ഏറ്റവും ബേസിക് ലെവൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ബേസ് എന്ന് പറയുന്നത് എന്താണെടാ? നമ്മൾ പഠിച്ച കാര്യങ്ങള് പഠിച്ചു, നമ്മൾ എഫേർട്ട് ഇട്ട് ഇത്രയും സമയം എടുത്ത് നമ്മൾ പഠിച്ചു, ആ സാധനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റണ്ടേ? ഉപയോഗിക്കാൻ പറ്റണം. അതിനാണെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അത് മറന്നു പോവാതിരിക്കണം. അതെപ്പോഴും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? അപ്ഡേറ്റ് ആക്കിക്കൊണ്ടേയിരിക്കണം. അതാണ് നമ്മൾ ആദ്യം ചെയ്യാനുള്ളത്. സെറ്റ് അല്ലേ? അപ്പൊ നമ്മൾ ഇവിടെയാണ് ആദ്യത്തെ ഫ്ലോപ്പേ സംഭവിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് അത് അങ്ങനെ അല്ലാതെ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഇനി അങ്ങോട്ട് നോക്കാൻ പോകുന്നത്. നോയിക്കോടാ. അപ്പം അത് ഒഴിവാക്കാനായിട്ട് 3 വഴിയാണ്. ലേൺ, റിവൈസ്, ടെസ്റ്റ്. ലേൺ, റിവൈസ്, ടെസ്റ്റ്. അതാണ് നമ്മുടെ 3 ലെയർ എന്ന് പറയുന്നത്. ഇനി വെറുതെ പഠിക്കുക എന്നുള്ളതല്ല. എങ്ങനെ പഠിക്കാം? നോക്കിയേ, ടോപ്പിക് മനസ്സിലാക്കുക. ഇവിടെ ലക്ഷ്യം പേജ് വായിച്ച് തീർക്കുക എന്നുള്ളതല്ല. ഈ ടോപ്പിക്കിന്റെ കോർ കണ്ടന്റ് എന്താണെന്നാണ് നമുക്ക് ഓർക്കാനുള്ളത് അല്ലെ? ഒരു കണ്ടന്റ് തരുവാണ്, അല്ലെങ്കിൽ ഒരു ടോപ്പിക് നമ്മളിപ്പോ വായിക്കുവാണെന്ന് വെച്ചോളൂ, 16 പേജ് ഉണ്ട്. ചിലപ്പോൾ അതിന്റെ കോർ പോയിന്റ് ഇരിക്കുന്നത് 4-5 പേജിലായിരിക്കും. ആ 4-5 പേജ് ഏതാണെന്ന് തിരഞ്ഞെടുക്കുന്നതിലാണ് നമ്മുടെ വിജയം എന്നുള്ളത്. സെറ്റ് അല്ലേ? മനസ്സിലായില്ലേ? സോ ഫസ്റ്റ് ലേൺ ചെയ്യുക. എങ്ങനെ ലേൺ ചെയ്യണം? വളരെ സൂക്ഷിച്ച്, എന്താണ് അത് നമ്മൾ പഠിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കോർ പോയിന്റ് ആണോ എന്ന് മനസ്സിലാക്കി വേണം നമ്മൾ ആദ്യം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ കണ്ടന്റ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എത്ര ഭാഗമാണ് ഞാൻ പഠിക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക, ടോപ്പിക്ക് മനസ്സിലാക്കുക എന്നുള്ളത് അല്ലേ? ഇനി ടോപ്പിക്ക് മനസ്സിലാക്കിയാൽ എങ്ങനെയാണ്, ഞാൻ താണ്ട എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നോക്കിക്കോ. കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എടുക്കുന്നതെന്ന് വെച്ചാൽ, കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്താണ്? ബേസിക്കലി എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്? സിലബസിൽ ഫണ്ടമെന്റൽ റൈറ്റ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് പഠിക്കണം, അങ്ങനെയല്ല. ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ ഒരു വേർഡ് കൊണ്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന, ഒരു വാക്യം കൊണ്ട് അവ എങ്ങനെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. അപ്പൊ തന്നെ കൺസെപ്റ്റ് നമുക്ക് കിട്ടി ഇല്ലേ? സെക്കൻഡ്, എത്ര അവകാശങ്ങളാണ് അതിനകത്ത് പറയുന്നത്? ഒരു മനുഷ്യന്റെ അടിസ്ഥാനപരമായിട്ട് വേണ്ട അവകാശങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതാണ് അല്ലെ? അപ്പൊ എത്ര അവകാശങ്ങളെ കുറിച്ചാണ് അതിനകത്ത് ചർച്ച ചെയ്യുന്നത്? ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണ് അതിനകത്ത് പറയുന്നത്? ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണ് അതിനകത്ത് പറയുന്നത്? അവയുടെ പ്രത്യേകത ഓരോന്നിന്റെയും എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. നേരെ സെക്കൻഡ്, കീവേഡ്സിലോട്ട് വരിക. ഇപ്പൊ തന്നെ നമുക്ക് പറയണ്ട. അപ്പം ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു അവകാശങ്ങൾ. ഈ വേർഡ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഓക്കെ, ഇത് ചർച്ച ചെയ്യുന്നത് മനുഷ്യന്റെ അവകാശങ്ങളെ കുറിച്ചാണ്, അവൻ നേടിയെടുക്കേണ്ട അവകാശങ്ങളെ കുറിച്ചാണ്. ഇതെല്ലാം ഏതോ ഒരു രീതിയിൽ ചിട്ടപ്പെടുത്തിയിരിക്കുകയാണ്. ആ ചിട്ടപ്പെടുത്തിയിരിക്കുന്നതാണ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ ഒരു കീവേഡ് കിട്ടിയപ്പോൾ തന്നെ നമുക്ക് കിട്ടി ബാക്കി കാര്യങ്ങൾ അല്ലേ?
അല്ലെ? ഇപ്പൊ ലിറ്ററേച്ചറെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാഹിത്യ പ്രസ്ഥാനത്തിന്റെ ആദ്യകാലം പഠിക്കുകയാണെങ്കിൽ നമ്മൾ രാമചരിതം എടുത്തെന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ പാഠ്യപ്രസ്ഥാനം എടുത്തെന്ന് വെച്ചോളൂ. അപ്പൊ പാഠ്യപ്രസ്ഥാനം ഈക്വൽ ടു രാമചരിതം, രാമചരിതം ഈക്വൽ ടു ചീരാമൻ. ഇത്രയും മതി. ഫസ്റ്റത്തെ ഈ ഒരു വേർഡ് ലൈൻ വായിക്കുമ്പോൾ തന്നെ ഒരു പഠിച്ച ഒരാൾക്ക് മനസ്സിലാവും, ഓക്കെ എന്നാ ഞാനത് പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്താണ്? പാഠ്യപ്രസ്ഥാനത്തിലെ കൃതിയാണ് രാമചരിതം, രാമചരിതം എഴുതിയതാണ് ശ്രീരാമൻ. പക്ഷെ ഇത്രയൊക്കെ ഞാൻ പറഞ്ഞു വന്നപ്പോ ഒരു വലിയൊരു സെന്റൻസ് ആയി. പക്ഷെ പാഠ്യപ്രസ്ഥാനം, രാമചരിതം, ശ്രീരാമൻ, ഈ 3 വേർഡും കൊണ്ട് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ലേ? സോ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നതിന്റെ എന്താണ് നമ്മുടെ കീ വേർഡ്സ് കണക്ട് ചെയ്യുക, കീ വേർഡ്സ് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ അങ്ങനെയാണ് രണ്ടാമത്തെ കാര്യം ചെയ്യേണ്ടത്. നോയിക്കോ, അതിൽ അതായത് ലേൺ എന്ന് പറയുന്ന കാര്യത്തിനകത്തുള്ളതാണ് ഞാൻ പറയുന്നത് കേട്ടോ. മൂന്നാമത്തത് ഇനി കണക്ഷൻ ഉണ്ടാക്കുക. ഞാൻ പറയുന്ന ഈ പറഞ്ഞ പോലെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, രാമചരിതം എന്ന് എഴുതി ഈക്വൽ ടു ഇട്ട് എന്താണ് ശ്രീരാമൻ എന്ന് എഴുതി, ഇതിന് മുന്നായിട്ടൊരു ഈക്വൽ ടു ഇട്ടിട്ട് ഞാൻ പാട്ടുപ്രസ്ഥാനം എന്ന് എഴുതി. ഈ പറയുന്നതാണ് ഈ കണക്ഷൻ എന്ന് പറയുന്നത്. എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം, എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം? എന്താണ് അതേപോലെ കൊടുത്തിട്ടുണ്ട്. ആർട്ടിക്കിൾ 14 ഇക്വാലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. ആർട്ടിക്കിൾ 19 ഫ്രീഡം, ആർട്ടിക്കിൾ ഫ്രീഡമിനെ കുറിച്ചാണ് പറയുന്നത്. 21 ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയെ കുറിച്ചാണ് പറയുന്നത്. ഇങ്ങനെയാണ്, മനസ്സിലായില്ലേ? ഓരോ കാര്യങ്ങളും ഈക്വൽ ടു ഇട്ട് എന്താണ് കണക്ട് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ ഇപ്പൊ തകഴിയെ കുറിച്ച് പഠിക്കുന്നു, മലയാളം കൂടി പഠിക്കുവാണെങ്കിൽ രണ്ടും കൂടി പറയുന്നത് മീൻസ് എന്റെ സബ്ജക്റ്റിൽ കുറച്ചുകൂടി പറയാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ആക്ച്വലി ഇപ്പൊ തകഴിയെ കുറിച്ച് പഠിക്കുന്നു ഈക്വൽ ടു കേരള മോപ്പസാങ് എന്ന് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് തകഴിയെ അങ്ങനെയാണ് അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കുന്നത്. എന്തുകൊണ്ട് ഇനി മോപ്പസാങ് എന്ന് വിശേഷിപ്പിക്കുന്നത്? നമ്മൾ തിയറി പഠിക്കുമ്പോഴത്തേക്ക് ഓൾറെഡി പഠിച്ചു. എന്താണ്? ജീവൽ സാഹിത്യത്തിനെ പ്രോത്സാഹിപ്പിച്ചത് കൊണ്ടാണ് മോപ്പസാങ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അതവിടെ നമ്മൾ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്ത്, അതേസമയം ഈ ഒരു സെന്റൻസ് ജീവൽ സാഹിത്യത്തെ പ്രോത്സാഹിപ്പിച്ചത് കൊണ്ടാണ് തകഴിയെ കേരള മോപ്പസാങ് എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോഴേ സ്കിപ്പ് ചെയ്ത് പോകും. പഠിക്കാൻ നേരമില്ല, ഇത്രയും കിടന്ന് പഠിക്കണം എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരും അല്ലെ? സോ അത് നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. കീ വേർഡ്സ് കണക്ട് ചെയ്യുക. എങ്ങനെ കണക്ട് ചെയ്യണം? ഈ പറയും പോലെ എന്തെങ്കിലുമൊക്കെ സിമ്പൽ കൊണ്ട് അല്ലെങ്കിൽ ആരോസ് കൊണ്ട് ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? കണക്ട് ചെയ്യാം. ഇനി ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇനി ഇതെല്ലാം നമുക്ക് കയ്യിലുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആരെങ്കിലും പറഞ്ഞത് കേൾക്കുകയല്ല വേണ്ടത്. നമ്മള് സ്വയം സ്വന്തം ഭാഷയിൽ നമ്മളായിട്ട് തന്നെ, ഞാൻ എല്ലാ ലൈവിലും നിങ്ങളോട് പറയാറുണ്ട് അല്ലെ, എടാ മക്കളെ, നമ്മൾ ക്ലാസ് കാണുന്ന സമയത്ത് എന്ത് ചെയ്യുക? ലൈവ് നോട്ട്, ലെക്ചർ നോട്ട്സ് എഴുതിയെടുക്കുക. എന്തിനാണ് ഈ ലെക്ചർ നോട്ട്സ് എഴുതാൻ പറയുന്നത്? ഞാൻ പറയുന്ന അതേ സെന്റൻസ് ഒരിക്കലും നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സ്വയം സെന്റൻസിലാണ് എഴുതുന്നത്. ആ സ്വയം സെന്റൻസ് എഴുതുമ്പോൾ തന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. അപ്പോ അതാണ് അവിടെ ചെയ്യാനുള്ളത്. അതായത് സ്വന്തമായിട്ട് സ്വന്തം ഭാഷയിൽ എഴുതുക. അപ്പൊ ആദ്യം എന്താ വേണ്ടത്? കോർ പോയിന്റ് കണ്ടുപിടിക്കുക, കണക്റ്റഡ് പോയിന്റ്സ് കീവേഡ്സ് കണ്ടുപിടിക്കുക, കീവേഡ്സും ഈ തമ്മിലുള്ള തിയറിയുമായിട്ട് ബന്ധിപ്പിക്കാൻ എങ്ങനെ നമുക്ക് പറ്റും എന്ന് എന്ത് ചെയ്യുക? പറഞ്ഞ് മനസ്സിലാക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം? ഏറ്റവും ലാസ്റ്റ് എന്താ ചെയ്യേണ്ടത്? സ്വന്തം ഭാഷയിൽ എഴുതി പഠിക്കുക, സ്വന്തം ഭാഷയിൽ അതിനെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. അതാണ് നമ്മുടെ കോഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ കോഡൊക്കെ ഉണ്ടാക്കി പഠിക്കത്തില്ലേ സ്വന്തം ഭാഷയിൽ? ഇപ്പൊ ആൽ, നിന്ന്, മുതൽ, കൊണ്ട്, ഓട്, എന്താണ് വിഭക്തിയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പറയുന്നതാണ് അല്ലേ? നമ്മൾ പറയൂലേ? അപ്പൊ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഗതിയെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലൊക്കെ നമ്മൾ കോഡ് ചെയ്ത് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ലേൺ എന്ന് പറയുന്ന ഫസ്റ്റത്തെ സ്ട്രാറ്റജി കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സ്ട്രാറ്റജി എന്താണ്? ലെവൽ 2 എന്ന് പറയുന്നതാണ്. ലെവൽ 2 അല്ലെങ്കിൽ ലെയർ 2 എന്ന് പറയുന്നത് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് മെമ്മറി എന്ന് പറയുന്ന നമ്മളൊരു കാര്യം നമ്മൾ അറിയാം, ഓർമ്മ അല്ലെ? ആ ഓർമ്മയിൽ വെറുതെ ഒരു കാര്യം റെക്കോർഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മയുടെ 2 വശങ്ങളാണത്. റെക്കോർഡ് ചെയ്യുക, റിട്രൈവൽ ചെയ്യുക. റെക്കോർഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ച സാധനങ്ങളെല്ലാം നമ്മുടെ മനസ്സിലുണ്ട്, എല്ലാം ഉണ്ട്. റിട്രൈവ്, സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റിട്രൈവ്. എവിടെയാണോ അത് ആവശ്യം അവിടെ നമ്മൾ എടുത്ത് ഉപയോഗിക്കുക അല്ലെ? നോക്കോ, റിവിഷൻ വേണം അല്ലെ? റിവിഷൻ വേണം. ഇനി റിവിഷൻ എങ്ങനെ നടത്താം? ആദ്യം ഷോർട്ട് നോട്ട്സ്, വലിയ ചാപ്റ്റേഴ്സിനെല്ലാം എന്ത് ചെയ്യുക? കട്ട് ചെയ്ത് ഷോർട്ട് നോട്ട്സ് ആക്കി വെക്കുക. അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ തന്നെ എന്ത് ചെയ്യുക? ആർട്ടിക്കിളും ഇതും വെച്ച്, അതായത് ഏതാണ് ചർച്ച ചെയ്യുന്നതും വെച്ച് ഒന്ന് എന്ത് ചെയ്യുക? ഷോർട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഫസ്റ്റ് വൺ എന്ത് ചെയ്യേണ്ടത്? ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. മനസ്സിലായേ? ക്ലിയർ അല്ലേ? ഇനി ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി വെച്ചു, പഠിച്ചു, വളരെ കൃത്യമായിട്ടിരുന്നു, എല്ലാം പഠിച്ചു. എന്താണ് കണ്ടന്റ് ഫുൾ തരമാണ്. ഷോർട്ട് നോട്ട്സ് ഒക്കെ എഴുതി വെച്ച് കൃത്യമായിട്ട് പഠിച്ച് എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോണോ? അല്ല, എന്താ ചെയ്യേണ്ടത്? ലെയർ 3 എന്ത് ചെയ്യണം? അത് പരീക്ഷിച്ച് നോക്കുക.
ഈ പഠിച്ച സാധനങ്ങളെല്ലാം നമ്മൾ ഓർമ്മയിൽ തന്നെ ഉണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യുക, പരീക്ഷിച്ചു നോക്കുക. എങ്ങനെയാ പരീക്ഷിച്ച് നോക്കാൻ പറ്റുന്നത്? മാക്സിമം ടെസ്റ്റസ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, PYQ പ്രാക്ടീസ് ചെയ്ത് നോക്കുക അല്ലെ. നോക്കിക്കോ, ഒന്നാമത്തത് MCQ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള MCQ. ഇപ്പൊ ChatGPT-യോടോ അല്ലെങ്കിൽ നമ്മുടെ ജെമിനിയോടോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണെങ്കിലും ചിലപ്പോൾ നോക്കണേ, മലയാളമൊക്കെ ആണെങ്കിൽ ശ്രദ്ധിച്ചോണേ, ഒന്നും കറക്റ്റ് ആയിട്ട് തരത്തില്ല. അപ്പൊ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ എടുത്തുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇപ്പൊ നമ്മുടെ ആപ്പിൽ തന്നെ ഒത്തിരി PYQ സെഷൻസ് പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ ഭാഗ്യം എന്താണ്, നമ്മൾ നോട്ട് കൊടുക്കുന്നതോടൊപ്പം ക്വസ്റ്റ്യനും കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ മനഃപൂർവ്വം ഒരു ക്ലാസ് കണ്ടോളൂ, വേണമെങ്കിൽ ആ ക്ലാസ് കണ്ടോളൂ. കണ്ടതിന് ശേഷം ഓർമ്മയിലുണ്ടോ എന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ ഒരിക്കൽ കൂടെ ഒരു ടൈം ലിമിറ്റ് ചെയ്ത് ഒരു ടൈം വെച്ചിട്ട് എന്ത് ചെയ്യുക, ആ ഒരു ടെസ്റ്റ് ഒന്നുകൂടി ഒന്ന് ചെയ്തു നോക്കുക. ഫസ്റ്റ് വൺ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയാണ് അല്ലെ. അറിയാമെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, എഴുതുക. ഇനി അറിഞ്ഞൂടാത്തതാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ PYQ എടുക്കുന്ന ഒരു എന്താണ് ഒരു രീതിയുണ്ട്. ഞാൻ ABC എന്നുള്ള ഓപ്ഷൻ, ABCD എന്നുള്ള ഓപ്ഷൻ ആണെങ്കിൽ ആൻസർ ചിലപ്പോൾ B ആണെങ്കിൽ ഞാൻ ഒരിക്കലും B എന്ന് മാത്രം പറഞ്ഞല്ല പോകുന്നത്. ഞാൻ A എന്താണെന്ന് പറയും, C എന്താണെന്ന് പറയും, D എന്താണെന്ന് പറയും. അപ്പൊ നമ്മൾ PYQല് ഡിസ്കസ് ചെയ്യുന്നത് 4 കാര്യങ്ങളാണ്, പിന്നെ അതുമായിട്ടുള്ള കണക്റ്റഡ് ഫാക്ട്സും. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചിലപ്പോൾ മുന്നേയൊക്കെ പഠിച്ച കാര്യങ്ങളായിരിക്കും, അപ്പൊ അതെല്ലാം ഇതിനകത്ത് കണക്ട് ചെയ്ത് വരും. ഇപ്പൊ മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന ഒരു സിനിമയെ കുറിച്ച് എനിക്ക് നിങ്ങളെ പഠിപ്പിക്കണം. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുകയാണ്, എടാ മക്കളെ, ചരിത്ര നോവലിനെ ആസ്പദമാക്കി വന്നിട്ടുള്ള സിനിമയാണ്. അപ്പൊ ഞാൻ ചരിത്ര നോവലിനെ കുറിച്ച് പറയും. അപ്പൊ ചരിത്ര നോവൽ ആര് എഴുതി എന്ന് ചോദിക്കും, അത് CV എഴുതിയെന്ന് ഞാൻ പറയും അല്ലെ. അപ്പം എത്ര കാര്യങ്ങളായി, ഞാൻ സിനിമയെ കുറിച്ച് മാത്രമാണ് ചോദിച്ചത്. അപ്പൊ ഞാൻ പറയും ചരിത്ര നോവൽ എന്ന് പറയുന്നതോടൊപ്പം തന്നെ ചരിത്ര സിനിമ എന്നും കൂടി എന്നൊരു വിശേഷണമുണ്ടെന്ന് പറയും. അപ്പം എത്ര ഫാക്റ്റ് ആയി, 3 ഫാക്റ്റ് ആയി അല്ലെ. ഇനി ഞാൻ പറയും എന്താണ് നമ്മുടെ കോപ്പിറൈറ്റ് സംബന്ധിച്ച് നിർത്തലാക്കിയ സിനിമ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചരിത്ര സിനിമ നിർത്തലാക്കിയിട്ടുണ്ട്, അത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർത്താണ്ഡവർമ്മയാണ്. പിന്നെ നമ്മുടെ ഇപ്പൊ മാർത്താണ്ഡവർമ്മ, ഇത് ഇത്രയും ലിറ്ററേച്ചർ ഭാഗത്ത് നിങ്ങളാണെങ്കിൽ ഹിസ്റ്ററി ലെവലിൽ നിങ്ങൾ മാർത്താണ്ഡവർമ്മയെ കുറിച്ച് കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, നിങ്ങൾക്ക് അതെല്ലാം അവിടെ കണക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണേ, ഒറ്റ ടോപ്പിക് കിട്ടി, നമ്മൾ ഇന്ന് വരെ പഠിച്ചു വെച്ചിരുന്ന എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തു, അതിനോടൊപ്പം ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. സെറ്റല്ലേ. 1907 എന്ന് ഞാൻ മിതവാദി പത്രത്തെ കുറിച്ച് പറയുമ്പോ ഞാൻ എന്താണ്, വീണഭൂവിനെ ഓർക്കും അല്ലെ. വീണഭൂവിനെ ഓർക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ആശാനെ കുറിച്ച് ഓർക്കും, ആശാന്റെ കാര്യങ്ങളെ കുറിച്ച് ഓർക്കും. വീണഭൂവ് അല്ലെങ്കിൽ മറ്റ് കൃതികൾ ഏതാണെന്ന് ഞാൻ ചോദിക്കും, ഇല്ലേ. അങ്ങനെയല്ലേ നമ്മൾ കണക്റ്റഡ് ഫാക്ട്സ് പഠിക്കുന്നത്. സോ ഒറ്റ കാര്യത്തിൽ നിന്ന് ഒരുപാട് കണക്റ്റഡ് ഫാക്ട്സിലേക്ക് നമുക്ക് പോകാൻ പറ്റും MCQ പ്രാക്ടീസ് ചെയ്താൽ. ഫസ്റ്റ് വൺ അതാണ് ചെയ്യേണ്ടത്, റിവേഴ്സിൽ. ഓക്കെ, റിവൈസ് ചെയ്യുന്ന സമയത്ത് PYQ എന്ത് ചെയ്യുക, ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങനെയാണ് പോകാനുള്ളത്. ഓക്കെ, ഇനിയിപ്പോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇനി ടോപ്പിക് വൈസ് ആണെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പം നമ്മൾ PYQ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, റിപ്പീറ്റഡ് ആയിട്ട് വന്ന ടോപ്പിക്സ് ഏതാണെന്ന് മനസ്സിലാവും. അപ്പം അതിനകത്ത് പിന്നെ നമ്മൾ ആലോചിക്കാനുള്ളത് ഈ ഒരു കാര്യമാണ്, PSC എങ്ങനെയാണ് ഈ ടോപ്പിക്ക് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് ഈ ടോപ്പിക്ക് ചോദിച്ചിട്ടുള്ളത്, റിപ്പീറ്റഡ് ഏരിയാസ് ഏതൊക്കെയാണ്, ക്വസ്റ്റ്യൻ പാറ്റേൺ ഏതൊക്കെയാണ്, ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് ഏതൊക്കെയാണ്. PSC എപ്പോഴും ഒരു ഫോക്കസ് ഏരിയ കാണും, അതേതാണ്, സിനിമ എന്ന് പറയുന്ന ലിറ്ററേച്ചറിലെ ഒരു ഫോക്കസ് ഏരിയ ആണ്. സിനിമയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരും, മിക്കവാറും അത് വരുന്നത് ഫാദർ ഓഫ് ഫിലിമോ അല്ലെങ്കിൽ ആദ്യകാല വിഗതകുമാരനെ പറഞ്ഞുകൊണ്ടായിരിക്കും. ഈ കഴിഞ്ഞ എക്സാമിന് വിഗതകുമാരന്റെ ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു എക്സാമിന് ചിത്രീകരിച്ച വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ലാസ്റ്റ് എക്സാമിന് നടന്നതിൽ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കഥ ആരാണ് എഴുതിയത് എന്നുള്ളതായിരുന്നു. സംവിധാനം നമുക്കറിയാം, അപ്പൊ കഥ ആര് എഴുതിയെന്നുള്ളതായിരുന്നു. സോ സിനിമ എന്ന് പറയുന്ന ഒരു ഹോട്ട് ടോപ്പിക് ആണ്. അപ്പൊ നമുക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്നതോടൊപ്പം നമുക്ക് മനസ്സിലാവും ഏതാണ് ഹോട്ട് ടോപ്പിക് എന്നുള്ളത്. സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന കോർ പോയിന്റ്സ് പഠിച്ചു, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സ്ട്രാറ്റജി എടുത്ത് ഷോർട്ട് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കി നമ്മൾ കൃത്യമായിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്തു. അതിനുശേഷം നമ്മൾ പഠിച്ച സാധനങ്ങൾ എന്ത് ചെയ്യാണ്, ആപ്ലിക്കേഷൻ ചെയ്ത് നോക്കിയാണ് അല്ലെ. അവിടെയാണ് നമ്മൾ PYQനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഇനി ഏറ്റവും ലാസ്റ്റ് മൂന്നാമതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, മോക്ക് ടെസ്റ്റ്. ആഴ്ചയിൽ കുറഞ്ഞത് ഒരു മോക്ക് ടെസ്റ്റ് എങ്കിലും എന്ത് ചെയ്യുക. പക്ഷെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇവിടെ പറയാനുള്ളത് എന്താണ്, എഴുതുന്നതിന് മാത്രം പ്രിപ്പറേഷൻ അല്ല. മോക്ക് ടെസ്റ്റ് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ എന്തല്ല, പ്രിപ്പറേഷൻ അല്ല. എന്ത് ചെയ്യണം, മോക്ക് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം അനാലിസിസ് ചെയ്യണം, വിലയിരുത്തണം അല്ലെ. അനാലിസിസ് ചെയ്യണം, ക്രിട്ടിസൈസ് ചെയ്യണം, വിമർശിക്കണം. ആരെ, നമ്മളെ തന്നെ അല്ലെ. നമ്മൾ എപ്പോഴും മനസ്സിലാക്കാനുള്ളത്, നമ്മൾ ഇന്നലത്തെ നമ്മളോടാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യേണ്ടത്, കോമ്പറ്റീറ്റ് ചെയ്യേണ്ടത്, മറ്റൊരാളോടും അല്ല. സോ കിട്ടിയില്ലേ. സോ ഈ ഒരു ലെവലില് ഇനി ഈ 3 ലെയർ സ്ട്രാറ്റജിയിൽ നിങ്ങൾ ഒന്ന് പഠിച്ചു നോക്കൂ.
കൃത്യമായിട്ടുള്ള ഒരു എഫക്റ്റ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു ലെവലിൽ നിങ്ങൾ പഠിക്കുക. അപ്പൊ ഇനി പഠിക്കാനായിട്ട് പുതുതായിട്ട് തുടങ്ങുന്നവരോ അല്ലെങ്കിൽ ഇനി ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നവരോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് വന്ന് എന്ത് ചെയ്തോ, പഠിച്ചോ. കൃത്യമായിട്ടുള്ള ആ ഒരു ലെവലിൽ, അതായത് ഈ പറഞ്ഞ പോലത്തെ എന്താണ് ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങിൽ പഠിച്ചോ. കറക്റ്റ് ആയിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുകയും വേണം, കറക്റ്റ് ആയിട്ട് അത് ഇവാലുവേറ്റ് ചെയ്യുകയും വേണം. 3 കാര്യങ്ങളും കൂടി നമ്മൾ അവിടെ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ്, പഠിക്കാൻ തീരുമാനിച്ചു എന്നുണ്ടെങ്കിൽ നമ്മുടെ സൂപ്പർ നോട്ട്സിൽ ഈ ഇൻഡിപെൻഡൻസ് ഡേയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാ കോഴ്സുകൾക്കും 20% ഓഫാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണ്ട് അതും നിങ്ങൾക്കൊരു എന്താണ് ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മനസ്സിലാക്കി പെട്ടെന്ന് വന്ന് ജോയിൻ ചെയ്തോടാ. ഇനി എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് നേരിട്ട് നമ്മളോട് സംസാരിക്കാം. എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ കുറഞ്ഞിരിക്കുകയാണ്, അപ്പോൾ മോട്ടിവേഷൻ വേണം, നമുക്ക് മോട്ടിവേഷൻ തരാൻ ഇവിടെ ആളുണ്ട്. പിന്നെന്താണ്, മെന്റർഷിപ്പ് വേണം. എല്ലാ ദിവസവും പഠിച്ചോ, കാര്യങ്ങൾ എന്താണ്, ഏതുവരെ എത്തി, പ്രിപ്പറേഷൻ ഒക്കെ എന്തായി എന്നൊക്കെ ചോദിക്കാൻ ആളുണ്ടോ? ഉണ്ട്. ഇവിടെ എല്ലാത്തിനും ആൾക്കാരുണ്ട്. ഇവിടെ എല്ലാത്തിനും നിങ്ങൾക്ക് ഗൈഡൻസ് തരാൻ ഇവിടെ കൃത്യമായിട്ടുള്ള ആൾക്കാരുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള നോട്ട്സ് നിങ്ങളിൽ എത്തിക്കും. കറക്റ്റ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളുണ്ട്. എല്ലാ കാര്യങ്ങളും അപ്പോൾ ഇവിടെ സെറ്റാണ്. അപ്പൊ നിങ്ങൾ മാത്രം ഇനി പഠിക്കാൻ വേണ്ടി ഒരു തീരുമാനം എടുത്താൽ മതി. ഓക്കെ, സെറ്റ് അല്ലേ? ഈ ഒരു സെഷൻ വളരെയധികം ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ.